ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണോ? ഒരു പക്ഷേ നിങ്ങൾക്കും ഇത് സംഭവിച്ചേക്കാം. പെട്ടെന്നുള്ള തലകറക്കം, കണ്ണ് ഇരുണ്ട് പോകൽ, ബ്ലാക്ക് ഔട്ട്. എന്താണ് ഇതിന്റെ റീസൺ എന്ന് നമുക്ക് നോക്കാം. ഇത് പല കാരണത്താൽ വരാം. മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് സിൻകോപ്പി എന്നാൽ നമ്മൾ ഹെവി ലിഫ്റ്റ് ചെയ്യുമ്പോൾ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ ഓക്സിജൻ കട്ടാകുന്നു. അങ്ങനെ നമുക്ക് സ്വബോധം നഷ്ടമാകുന്നു. ഇതാണ് ഇതിന്റെ മെഡിക്കൽ ടേം. ഇതിന് 3 റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ റീസൺ സഡൻ ചേഞ്ച് ബ്ലഡ് പ്രഷർ. നമ്മൾ മാക്സിമം ലിഫ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടുകയും ലിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ കുറയുകയും ഇത് താൽക്കാലികമായി കൂടുകയും കുറയുകയും ചെയ്യുന്നതിനാൽ നമ്മുടെ ബ്രെയിനിന് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെയാവും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ആകുന്നു. രണ്ടാമത്തെ റീസൺ വാൽസൽവ മാനുവർ. നമ്മൾ ഹെവി ലിഫ്റ്റായുള്ള ഡെഡ് ലിഫ്റ്റ്, സ്ക്വാട്ട് എന്നിവ ചെയ്യുമ്പോൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുകയും അപ്പോൾ ഇൻട്രാതൊറാസിക് പ്രഷർ കൂടുകയും ലിഫ്റ്റ് കഴിയുമ്പോൾ ബ്ലഡ് പ്രഷർ കുറയുകയും ചെയ്യുന്നു. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ആകുന്നു. മൂന്നാമത്തേത് ഹൈപ്പോഗ്ലൈസീമിയ, ലോ ബ്ലഡ് ഷുഗർ ലെവൽ. നമ്മൾ അമിതമായി വർക്കൗട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതെ വർക്കൗട്ട് ചെയ്യുമ്പോഴോ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ പെട്ടെന്ന് കുറയുകയും അതിൻ്റെ ഫലമായി ഡിസിനസ്, ഫെറ്റീഗ്, കൺഫ്യൂഷൻ, സെറ്റിംഗ് എന്നിവ ഉണ്ടാകുന്നു. ഇത് നമുക്ക് എങ്ങനെയെല്ലാം പരിഹരിക്കാമെന്ന് നോക്കാം. ഹെവി ലിഫ്റ്റിംഗ് സമയത്ത് ഒരു സ്പോട്ടറിനെ കൂടെ നിർത്താം. വർക്കൗട്ട് സമയത്ത് ഗ്ലൂക്കോസോ ഇലക്ട്രോലൈറ്റോ ഉപയോഗിക്കാം. പ്രോപ്പർ ഹൈഡ്രേഷൻ, പ്രോപ്പർ ഫുഡ്, പ്രോപ്പർ സ്ലീപ്പിംഗ് ഇവയെല്ലാം കൊണ്ട് നമുക്കൊരു പരിധി വരെ ഇതിനെ തടയാൻ കഴിയും. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോക്ക് എന്നെ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. ദ ഗ്രേറ്റസ്റ്റ് വെൽത്ത് ഈസ് ഹെൽത്ത്. സ്റ്റേ സേഫ്.